ഹലോ ഗൈസ്, വർഷാസ് വള്ളി 2021 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് എന്താ ആട്ടിൻ തല ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ആട്ടിൻ തലയാണിത്. ഇനി നമുക്ക് ആട്ടിൻ തല തൊലി കളഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. ഇനി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത ആട്ടിൻ തല, പിന്നെ 2 മീഡിയം സൈസ് സവാള, 25 ചെറിയുള്ളി, 2 തക്കാളി, മല്ലിയില, കറിവേപ്പില, പിന്നെ ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, പിന്നെ വറവിനാവശ്യമായ 4 ഗ്രാമ്പു, പെരിഞ്ചീരകം, 2 പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. തീ നന്നായി കത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അടികട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഇത് ചൂടാവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. കച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പെരിഞ്ചീരകവും കറുവപ്പട്ടയും ഗ്രാമ്പും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറും വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ നന്നായി കത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തീ കുറച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ കഴുകി വൃത്തിയാക്കിയെടുത്ത ആട്ടിൻ തല വെച്ച് കൊടുക്കാം. മസാല തേച്ച് കൊടുക്കാം. ഈ മസാല ആട്ടിൻ തലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാം. ശേഷം നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആട്ടിൻ തല ഒരുപാട് സമയം നന്നായി വേവിച്ചെടുക്കണം. ഇത് വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ആട്ടിൻ തല മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ഇതിപ്പോൾ പകുതി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് വറ്റി വരും വരെ തീ നന്നായി ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഞാൻ ഈ കച്ചട്ടി നിറയെ വെള്ളം വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വറ്റി ഇതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുകയാണ്. ഇപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഉള്ളിയും കൂടി ചേർത്താൽ തേങ്ങ നന്നായി വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തേങ്ങ വെന്തതിന് ശേഷം മാത്രമേ ഞാനിവിടെ ഉള്ളി ചേർക്കുന്നുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തേങ്ങാക്കൊത്ത് നന്നായി കളർ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്ത് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ആട്ടിൻ തല ഫ്രൈയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ആട്ടിൻ തല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന മസാലകൾ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം. ഹൈവ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നന്നായി ഒന്ന് പതപ്പിച്ചെടുത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതൊരു വാഴയിലയിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഗ്രേവി പൊറോട്ടയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ശരീരത്തിന് ഒരുപാട് പോഷകങ്ങൾ തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ ആട്ടിൻ തല ഫ്രൈ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്.